ഷെക്കൈന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ മാതൃഭവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാതൃഭവനത്തിൽ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടട കുറവൻകോണം സ്വദേശിയായ പാസ്റ്റർ പ്രിൻസ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ 200-ലധികം അംഗങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ചർച്ചിൻ്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമാണ്. എന്നാൽ അദ്ദേഹം സുവിശേഷത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് തൻ്റെ മാതൃസഭയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് പാസ്റ്റർ പ്രിൻസുമായിട്ട് സംസാരിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ, ഈ ശുശ്രൂഷയിലേക്ക്, ഷെക്കൈന ടെലിവിഷനിലേക്ക് സ്വാഗതം. സാധാരണ അപ്പസ്തോലിക സഭകളിലുള്ള വിശ്വാസികൾ, അവരിൽ ചിലരൊക്കെ പെന്തക്കോസ്ത് സഭകളിലേക്ക് ആകർഷിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരവരുടെ ഇടവക വികാരിയുമായിട്ടോ എന്തെങ്കിലും ഒരു വഴക്കോ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഏറിയ പങ്ക് ആൾക്കാരും പെന്തക്കോസ്ത് സഭകളിലേക്കൊക്കെ പോയവർ. മറ്റു ചിലർ ഏതെങ്കിലും ചില കഷ്ടതകളുടെയൊക്കെ നാളുകളിൽ, സാമ്പത്തികമായ തകർച്ചകളുടെ നടുവിൽ, രോഗപീഠകളുടെയൊക്കെ നടുവിൽ ഒരുപക്ഷെ ഏതെങ്കിലും പെന്തക്കോസ്ത് പാസ്റ്റർമാർ വീടുകളിൽ വന്ന് ആ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള സംസാരത്തിലൂടെ പെന്തക്കോസ്ത് സഭകളിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്നത്, പാസ്റ്റർ എങ്ങനെയായിരുന്നത്? ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയായിരുന്ന അങ്ങ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകാനുള്ള കാരണം എങ്ങനെയായിരുന്നു? ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അടൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ മാതാപിതാക്കൾ ടീച്ചേഴ്സായിരുന്നു. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം NS കോളേജിൽ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ബിസിനസ്സുകളിലേക്ക് കയറി. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, ചെറിയ ഫിനാൻസ്, ഇങ്ങനെ ചില ബിസിനസ്സുകളിലേക്ക് കയറി. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ എനിക്കൊരു ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ ചില മാനസിക സമ്മർദ്ദങ്ങൾ എന്നെ വളരെ ഒരു ഡിപ്രഷനിലാക്കിയെന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ചില വിശ്വാസികളുണ്ട്, പെന്തക്കോസ്ത് വിശ്വാസികൾ. അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിക്കുകയും എന്നെ കരുതുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ പതുക്കെ എനിക്ക് അവരോടൊരു അടുപ്പമുണ്ടായി. പതുക്കെ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് കയറി. ബ്രദറിൻ്റെ ഈ കഷ്ടതയുടെ നാളുകളിൽ സ്വന്തം സഭയിൽ നിന്ന് ആരും തന്നെ ഒരു സഹായഹസ്തം നീട്ടാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയാനോ ആരും ഭവനത്തിലേക്ക് കടന്നു വന്നില്ല? അങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു സമയത്താണ് എന്നെ കൂടുതൽ കരുതുന്നതായിട്ട് ഈ വിശ്വാസികൾ, ചില പെന്തക്കോസ്ത് വിശ്വാസികൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ അവരോട് ആ ഒരു അടുപ്പം എന്നെ അതിലോട്ട് കൊണ്ടുപോയി. പിന്നെ അതിനേക്കാൾ ഉപരി അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മെയിൻ ലൈൻ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചാലോ ഒന്നും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. എന്നാൽ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഉണ്ടായ സകല വിഷയങ്ങളും ദൈവം തീർത്തു തരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയം തീരുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത് ഒരു പ്രധാന വിഷയമായതുകൊണ്ട് ഞാൻ അതിന് വളരെ താല്പര്യത്തോടു കൂടി അവരുടെ കൂടെ ഇടപെടാനും അങ്ങനെ ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരാനും ഇടയായി. ഇപ്പോൾ വിശ്വാസം ഏതായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് നടന്നു കിട്ടണം, അത്രയേ ഉള്ളൂ. അത് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സമയത്ത് നീറുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആണ് എവിടെ ചെന്നാലാണോ കിട്ടുന്നത് അതിലേക്ക് പോവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായൊരു കാര്യമാണ്. തീർച്ചയായും അത് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു വ്യക്തിപരമായ സൊല്യൂഷൻ മാത്രമായിരുന്നു. അല്ലാതെ ദൈവവുമായിട്ടുള്ള വലിയ അടുപ്പമോ ഒന്നുമല്ല. ഞാനങ്ങനെ വലുതായിട്ട് വേദപുസ്തകവും ദൈവമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാത്തൊരു വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല. ഈ ഒരു വിഷയത്തിൻ്റെ പരിഹാരമുണ്ട് എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കാം. അല്ലാതൊരു സൊല്യൂഷൻ ഞാൻ എങ്ങും കണ്ടില്ല. മറ്റ് പല രീതിയിലും നോക്കിയിട്ട് എങ്ങും ഒരു സൊല്യൂഷൻ കാണാതിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തികൾ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അത് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ അതിലോട്ട് പതുക്കെ ഇൻവോൾവ് ആയി പോവുകയായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ?
അതൊരു നീണ്ട കഥയാണ്. കാരണം പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ വേറൊരു വിഷയം കൂടെ ചിന്തിക്കുക. ഇതിന് മുമ്പേ, വളരെ മുമ്പേ, ഞാൻ ഈ മെയിൻ ലൈൻ ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ മൂത്ത മകന് ജനിച്ചപ്പോൾ തന്നെ പൾമനറി ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൃദയത്തിൻ്റെ വാൽവ് ഇങ്ങനെ മടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ജനിച്ച ദിവസം തന്നെ എന്നോട് പറഞ്ഞു, രക്ഷപ്പെടാൻ പ്രയാസമാണ്, നിങ്ങൾക്ക് വേണേൽ ട്രിവാൻഡ്രത്ത് ശ്രീചിത്രയിലോട്ട് കൊണ്ടുപോകാം. അവൻ ജനിച്ചത് പുഷ്പഗിരി ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ശ്രീചിത്രയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയെങ്കിലേ കുഞ്ഞ് രക്ഷപ്പെടത്തുള്ളൂ. 1 day ഓൾഡായിട്ടുള്ള ഒരു ചൈൽഡിനെ അങ്ങനൊരു സർജറി നടത്തിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് അവനെ വെന്റിലേറ്ററിലിട്ട് ലെറ്റസ് വെയിറ്റ്. അങ്ങനെ വെന്റിലേറ്ററിലിട്ടു, വെയിറ്റ് ചെയ്തു. ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ ഭവനത്തിലെല്ലാവരും തകർന്ന് കരയുന്ന ഒരു സമയം. വേളാങ്കണ്ണിക്ക് നേരുന്നു, പരുമലപ്പള്ളിക്ക് നേരുന്നു എന്ന് വേണ്ട, ഓരോരുത്തർക്കും അറിയാവുന്നിടത്തെല്ലാം നേർന്നു. പക്ഷേ 3-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു പറയുന്നു, അവൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് തന്നെ അങ്ങ് നൂന്നു. ഒരു സർജറിയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവന് MBA ഒക്കെ കഴിഞ്ഞിട്ട് അവൻ വിദേശത്ത് വർക്ക് ചെയ്യുക. അപ്പം ഓർത്തഡോക്സ് സഭയിൽ ആയിരുന്ന സമയത്ത് വിഷയത്തിന് വിടുതലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ 2ാമത്തെ വിഷയം റെയ്ഡ് വന്നപ്പോൾ ഞാൻ പഴയത് മറന്നു. ഈ ദൈവത്തിന് ഇവിടെ വിടുവിക്കാൻ കഴിയുമെന്നുള്ളത് മറന്നിട്ട് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ളവർ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിലുള്ളവർ വന്നിട്ട് അവിടെ ഈ വിഷയം തീരത്തില്ല, ഇത് ഞങ്ങളുടെ കൂടെ വന്നാലേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഭയമായിരിക്കാം, ഞാൻ വളരെ താല്പര്യത്തോടു കൂടി അതിലോട്ടങ്ങ് ഇറങ്ങി. എന്നാൽ പുറകോട്ട് ചിന്തിക്കാൻ ഒരു അല്പസമയം മെനക്കെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞിൻ്റെ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവം ഉണ്ട്. എക്സാക്ട്ലി. പക്ഷെ അതങ്ങ് മറന്നുപോയിട്ട് അടുത്ത വിഷയം വന്നപ്പോൾ, അടുത്ത വിഷയത്തിൻ്റെ പരിഹാരം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ പോയി. അപ്പം സഭയൊന്നും മാറിയില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതങ്ങനെ ആ ബോധ്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഒന്നും ഇല്ലായിരുന്നു? പള്ളിപ്പോക്കും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് വന്ന ഒരു ഡിപ്രഷൻ ആയിരിക്കും എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത്. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ വലിയൊരു ക്രൂഷ്യലായി. എത്ര കോടിയുടെ വിഷയമായിരുന്നു അന്ന് എനിക്ക് വന്നത്? എൻ്റെ ഇൻകം ടാക്സിൻ്റെ ഡിമാൻഡ് തന്നെ 42 crores ആയിരുന്നു. അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യും, ഇത് ആകെപ്പാടെ വലിയ പ്രശ്നത്തിൽ പോവുകയാണല്ലോ എന്നുള്ള ചിന്തയെല്ലാം കൂടെ എന്നെ ഭയത്തിലാക്കി. അതായത് ഈ 42 കോടി രൂപയുടെ ബാധ്യത കർത്താവിന് പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് തോന്നിപ്പോയി. അത് ശരിയാണ്. എന്നാൽ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടും നിസ്സാര സാമ്പത്തിക വിഷയത്തെ ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ ഭയം എന്നെ റൂൾ ചെയ്തു. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഈ പ്രോട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ പലപ്പോഴും ഭയം മനുഷ്യനെ റൂൾ ചെയ്യും. എന്നാൽ മെയിൻ ലൈൻ ചർച്ചിൽ ഞാൻ ഈ തിരിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു റെലവെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതായത് സ്നേഹം കൊണ്ടാണ് മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ലവ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അറിയാതെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ പ്രോട്ടസ്റ്റന്റ് ചിന്താഗതിയിൽ നീ ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ നീ തകർന്നു പോകും എന്ന് പറയുന്ന ഒരു ചിന്താഗതി, ഒരു ഭയപ്പെടുത്തലിൻ്റെ ചിന്ത നമ്മളെ റൂൾ ചെയ്യും. ഇപ്പം ഇതുപോലെ ഈ വിഷയം അവിടെ തീരത്തില്ല, ഇവിടെ വന്നാലേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് തന്നെ ഒരു ഭയപ്പെടുത്തി, ഒരു ഭയത്തിൻ്റെ ആത്മാവെന്ന് വേണേൽ പറയാം, അതിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടുപോയി. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ഉപവാസം, പ്രാർത്ഥന എല്ലാം ഉണ്ടല്ലോ, നിരന്തരമായി കാര്യങ്ങളൊക്കെ തീർന്നു. പക്ഷെ വർഷങ്ങളെടുത്തു പിന്നെയും ഈ വിഷയം തീർന്നു കിട്ടാൻ. സ്നാനപ്പെട്ടു. കാരണം അതൊക്കെ അതിൻ്റെ പ്രധാന വിഷയങ്ങളാണല്ലോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിലേ നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് ലൈനിൽ വരത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഈ വിഷയങ്ങൾ അഴിഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞ് നിൻ്റെ വിടുതൽ നാളെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി വർഷങ്ങളെടുത്തു. പക്ഷെ എന്നാലും വർഷങ്ങളെടുത്തതൊന്നും നമുക്കൊരു വിഷമമായിട്ടില്ല. കാര്യങ്ങളെല്ലാം അന്നെന്നുള്ളതെല്ലാം നടന്നു പോയി. പക്ഷെ അതിനേക്കാൾ വ്യക്തമായി ഇമ്മീഡിയറ്റായിട്ട് മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ കാര്യമേ മറന്നുപോയി.
അപ്പം അങ്ങനെ അവിടെ ചെന്ന് പിന്നെ അങ്ങനെ ഒരു പാസ്റ്ററുടെ നിലവാരത്തിലേക്കൊക്കെ ഉയരാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഞാനത് പതുക്കെ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് വചനം പഠിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്ത ഒരു സമയമായിരുന്നു. അപ്പം വചനത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു സംശയം ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഉത്തരം പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച ആകുമ്പം ഈ ആൾക്കാർ ചുമ്മാ ബൈബിൾ സംശയങ്ങളുമായിട്ട് വന്നിരിക്കും. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. പതുക്കെ അവിടെ ഒരു ചർച്ച അങ്ങായി. അപ്പം ഞാൻ ആര് വിചാരിച്ചാലും ഒരു സഭ ഉണ്ടാക്കാൻ പറ്റും, ആര് വിചാരിച്ചാലും പറ്റും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഒരു 4 പേര് കൂടുതൽ ഉണ്ടായാൽ മതി. 4 പേര് കൂടുന്ന ഇത് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് ബൈബിളിലെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓരോരുത്തരും പറഞ്ഞു, അതിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ നന്നായിട്ട് വചനം പഠിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരധികം പഠിക്കാത്തത് കൊണ്ടും നമ്മൾ പറയുന്നതിൻ്റെ ഉത്തരം അവർക്കത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. അവസാനം ഒരു സാറ്റർഡേയിൽ ഇങ്ങനെ 2 ഫ്രണ്ട്സ് വന്നതാണ്. അടുത്ത സാറ്റർഡേ ആയപ്പം അവർ വേറെ 2 ഫ്രണ്ട്സിനെ കൊണ്ട് വന്നു. അങ്ങനെ ഫ്രണ്ട്സ് കൂടി 26 ഫാമിലിയായി. 26 ഫാമിലി എൻ്റെ ഡ്രോയിങ് റൂമിൽ. അപ്പം അങ്ങേക്ക് തോന്നി എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു സഭ അങ്ങ് ഉണ്ടാക്കി? അല്ലെ, വന്നവർ തന്നെ പറഞ്ഞു, നമുക്ക് ഇത്രയും പേര് റെഗുലറായിട്ട് ഇവിടെ ബൈബിൾ ക്ലാസ്സിന് എല്ലാ സാറ്റർഡേയും വരുന്നുണ്ട്. ഓഫീസുകളിലും എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പം നമുക്കൊരു ചർച്ച് ഇവിടെ അങ്ങ് തുടങ്ങിയാൽ എന്താ, അപ്പം ഞാനും പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങ് തുടങ്ങി കളയാം. ആ ചർച്ചിന്റെ പേരെന്തായിരുന്നു? ബെഥസ്ദ ചർച്ച്. അതെ, ബെഥസ്ദ. അത് രജിസ്റ്റർ ചെയ്തു, ചർച്ച് തുടങ്ങി. അതൊക്കെ ഇത്ര നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല. ക്രമേണ ഈ വചനം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പലയിടത്തു നിന്നും ആൾക്കാരിങ്ങനെ കയറി വന്ന് അത് 10, 200, 250 പേരൊക്കെ ആയിപ്പോയി. 250 പേരോളം വരുന്നുള്ള ഒരു സഭയായിട്ട് ഇത് മാറി. അപ്പോൾ അതിന്റെ പാസ്റ്റർ അങ്ങനെയാണ് പ്രബോധനം കൊടുക്കുന്നതല്ല. അതെ. ഇത് എവിടെ നിന്ന് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു അധികാരം എങ്ങനെയാണ് അങ്ങേക്ക് ലഭിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല. വചനം പഠിച്ചു തുടങ്ങിയാൽ പിന്നെ ആർക്കും തുടങ്ങാം. എന്തും പഠിപ്പിക്കാം. ഞാനങ്ങനെ മനസ്സിലാക്കിയത്. കാരണം വചനം പഠിച്ചു തുടങ്ങിയ ആരുടെയും കൈവപ്പോ അങ്ങനെയുള്ള സംഗതി ഒന്നുമില്ല. പ്രത്യേകിച്ച് എൻ്റെ പഴയ കുറേ പാസ്റ്റർമാരുണ്ട്, അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും അതിനൊരു വലിയ ഒരു ആധികാരികമായിട്ടുള്ള നിയോഗമൊന്നും ഉണ്ടായിട്ടില്ല. അത് ആധികാരികമാവണമെങ്കിൽ മെയിൻ ലൈൻ ചർച്ചയിൽ നിന്ന് വരണമല്ലോ, മറ്റൊന്നും ആധികാരികം അല്ലല്ലോ. നമുക്ക് തോന്നിയതെല്ലാം നമുക്ക് തോന്നി ഇപ്പം എൻ്റെ ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നതാണ് ചർച്ചിലെ മെസ്സേജും തിയോളജിയൊക്കെ. അത് വേറൊരു ചർച്ചുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ചർച്ചിലുള്ള ഒരാൾ വേറൊരു ചർച്ചിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം അവിടെ പഠിച്ചിട്ട് വരുന്നത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഒടുക്കം നോക്കണേ, അവിടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഭിന്നതയുടെ സ്പിരിറ്റാണ്. ഒരു ചർച്ചിലുള്ള ഒരാൾക്ക് വേറൊരു ചർച്ചിലുള്ള ആളിനെ കണ്ടുവിടാം, ഒരു പാസ്റ്റർക്ക് വേറൊരു പാസ്റ്ററെ കണ്ടുവിടാം, ഒരിടത്തുള്ള ഒരാൾ വേറൊരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ആകെ പ്രശ്നമാണ്. സോ എവരിവെയർ യു ക്യാൻ സീ ആ ഒരു ഭിന്നത നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് സ്വന്തം സഭ വളർത്താൻ വേണ്ടിയിട്ട് ഈ മറ്റു സഭകളിലുള്ള വിശ്വാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ടെക്നിക്കുകളൊക്കെ പ്രയോഗിക്കുമായിരുന്നു. ആരെങ്കിലും അബദ്ധത്തിന് എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ കാരണം പറഞ്ഞ് അവിടത്തേക്ക് നല്ലതാണ് ഇതെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചുമതലയും കൂടെ എനിക്കുണ്ടായിരുന്നു. രോഗശാന്തികളും അടയാളങ്ങളും ഒക്കെ ധാരാളമായിട്ട് ആ സമയത്ത് സംഭവിക്കുമായിരുന്നു. അത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതൊരു പുതിയ വിഷയമല്ല. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചാൽ രോഗങ്ങൾ സൗഖ്യമാകത്തില്ലെന്ന് ആര് പറഞ്ഞു? ഈവൻ നമ്മൾ ബൈബിൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്നാളിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഏത് കാലഘട്ടത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ നടക്കും. അത്രേ ഉള്ളൂ. പക്ഷേ അതൊരു ദൈവാത്മാവിന്റെ പ്രവർത്തനമാണെന്നുള്ള കാര്യത്തിൽ വിശ്വസിച്ചാൽ ദൈവം തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇതിന് ആധികാരികമായ ഒരു കൈവപ്പിന്റെ ആവശ്യകതയുണ്ട്. അതില്ലാതെയും ഇത് ചെയ്യാൻ പറ്റും. ലൈസൻസോട് കൂടിയും ചെയ്യാം, ലൈസൻസ് ഇല്ലാതെയും നമുക്ക് വണ്ടി ഓടിക്കാം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് അത്ഭുതങ്ങൾ കണ്ടല്ല, ഇതിൻ്റെ ആധികാരികത, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എന്നെ അത് പഠിപ്പിച്ചത് നമ്മുടെ സജിത് ബ്രദറാണ്. സജിത് ബ്രദറുമായിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഈ ബ്രദറുമായിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ മീറ്റിങ്ങിന് പോവുകയും വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എന്നെ വളരെയധികം ആകർഷിച്ചെന്ന് മാത്രമല്ല, എന്നാൽ ഇടക്കാലഘട്ടത്തിൽ സജിത്ത് മെയിൻ സഭയിലേക്ക് പോകുന്നത് കേട്ടപ്പോൾ ഞാനും വളരെ എതിർത്ത് നിന്ന വ്യക്തിയാണ്.
എതിർത്ത് നിന്ന വ്യക്തിയാണ്. അതിനോട് ചേരാതെ മാറിയിരുന്നു. എന്നാലും ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അന്ന് പ്രിൻസ് പാസ്റ്റർക്ക് ഈ സഭയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയില്ല. സഭയിലുള്ളവരോടും ഞാൻ പറയും, സജിത്തിന്റെ മെസ്സേജ് കേൾക്കാൻ വരട്ടെ എന്ന് പറയുമായിരുന്നു. എന്നാൽ ഒരു ദിവസം സജിത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒരു ഉച്ചയായപ്പോൾ വന്ന് ഒരു 2 മണിക്കൂർ എന്നോടും എൻ്റെ ഭാര്യയോടും ഞങ്ങൾ രണ്ടുപേരോടും ഇരുന്ന് കുറച്ചു നേരം വളരെ വ്യക്തിപരമായി സംസാരിച്ചു. അന്നില്ല ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെയാണ്. പറഞ്ഞത് മുഴുവൻ ഞാനങ്ങ് ഗ്രഹിച്ചു. സാറിന് അങ്ങനെ സംഭവിക്കുന്നില്ല. മാസങ്ങൾ എടുത്തിട്ടും ഗ്രഹിക്കാത്ത സാധനം വിത്തിൻ 2 hours ഗ്രഹിച്ചു. അപ്പോൾ സജിത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അടുത്ത മാസം, അതായത് ഡിസംബറിൽ മെയിൻ ലൈൻ കാത്തലിക് ചർച്ചിലോട് ചേരാൻ പോവുക, ലാറ്റിൻ കാത്തലിക് ചർച്ചിനോട് ചേരാൻ പോവുക, അച്ഛൻ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുകൂടെ. അത് ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് അതാണ് തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുന്നത്? അതാണ് ലുദിയയുടെ ഹൃദയം എങ്ങനെ തുറന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൗലോസ് ഡമാസ്കസിലേക്ക് വന്നത് ക്രിസ്ത്യാനികളെ പൂട്ടാനല്ലേ? പക്ഷെ ഡമാസ്കസിൽ കയറിയിട്ട് എന്താ പ്രസംഗിച്ചേ? യേശു മാത്രമാണ് സത്യമെന്ന്. അതിനു മുമ്പ് പുള്ളി പ്രസംഗിച്ചത് എന്തുവാ? യേശു ദുരുപദേശകനാണ്, അല്ലെ യേശു ശരിയല്ല, അവൻ്റെ കൂടെ പോകുന്നവനെ അകത്താക്കണം എന്ന് പറഞ്ഞവൻ മതിലിനകത്ത് കയറിയപ്പോൾ, ഡമാസ്കസിന്റെ വാതിലിനകത്ത് കയറിയപ്പോൾ പ്രസംഗിക്കുക യേശു മാത്രമാണ് സത്യം. ഇത് തന്നെ എനിക്കും സംഭവിച്ചേ.